ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يخشى الله من عباده العلماء. صدق الله مولانا العظيم. قال النبي صلى الله عليه وسلم: فضل العالم على العبد كفضلي على أدناكم. صدق رسول الله. ഏറ്റവും ബഹുമാനമുള്ള സാദാത്യങ്ങൾ, ഉസ്താദുമാർ, പണ്ഡിതന്മാരെ, ഉമറാക്കളെ, അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സയ്യിദന താജുൽ ഉലമ, അല്ലാഹു അവിടുത്തെ ദറജ ഏറ്റിക്കൊടുക്കട്ടെ. മഹാന്മാരോടൊപ്പം അവരെയും നമ്മളെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചൂട്ടി അനുഗ്രഹിക്കട്ടെ. അവരെ അനുസ്മരിക്കുന്ന ഈ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ പ്രധാന ശിഷ്യൻ, കർണാടക ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലും മുഷാവറയിൽ അംഗമായ ബഹുമാനപ്പെട്ട ബേക്കൽ ഇബ്രാഹിം സുലോർ, അവിടുത്തെ അനുഭവങ്ങളിൽ നിന്ന് ചിലവൊക്കെയാണ് ഇവിടെ പറഞ്ഞത്. അതേപോലെ ധാരാളം മഹത്തുക്കൾ അങ്ങകലെ നിന്ന് കാസർഗോഡ് ജില്ലയിൽ സിറിയ അലിക്കുഞ്ഞി മുസ്ലിയാരാണ് ഇപ്പോൾ അടുത്ത സമയത്ത് സ്റ്റേജിൽ എത്തിയത്. സമസ്ത കേരള കേന്ദ്ര മുഷാവറ അംഗമായ മഹാൻ, അങ്ങനെ തുടങ്ങി ധാരാളം ആലിമീങ്ങൾ നമുക്ക് ഈ ഭാഗത്തുള്ളവർക്ക് പരിചയം ഉള്ളവരും ഇല്ലാത്തവരും നിരവധി സാദാത്യങ്ങൾ, ആലിമീങ്ങൾ, ഉസ്താദുമാർ, സ്വാലിഹീങ്ങൾ ഒക്കെ ഈ സദസ്സിൽ ഉണ്ട്. ഇനി നാം ഒക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് സുൽത്താനുൽ ഉലമ ഉസ്താദിന്റെ പ്രസംഗമാണ്. അതേപോലെ സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ പ്രസംഗവും, ശേഷം താജുൽ ഉലമ അവർക്ക് വേണ്ടി നാം നടത്തുന്ന ദിക്റും ദുആവും എല്ലാം കഴിഞ്ഞതിന് ശേഷമേ നാം പിരിയാവൂ എന്ന് പറയേണ്ടതില്ല. എന്നാലും ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ മഹാനായ താജുൽ ഉലമയെ അനുസ്മരിക്കാൻ അത്രമാത്രം ബന്ധമുള്ളൊരു വ്യക്തിയല്ല. എങ്കിലും ഞാൻ ഓർക്കുന്നു, 1969 വന്യരായ എന്റെ ഉസ്താദ് ശൈഖുന കോട്ടൂർ ഉസ്താദിന്റെ ദർസിൽ ഞാൻ ചേരുന്നത്. ഉസ്താദിന്റെ ദർസിൽ ചെന്ന് അൽഫ മുതൽക്ക് ഓത്ത് ആരംഭിച്ചു. അങ്ങനെ സദുക്കുകളിൽ കേരളത്തിൽ അന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ആലിമീങ്ങളെക്കുറിച്ച് മുനാസിബായ സ്ഥലങ്ങളിൽ ഉസ്താദ് ഞങ്ങൾക്ക് പറഞ്ഞു തരും. അതെന്തിനു വേണ്ടിയാണ്? നമ്മുടെ ഉസ്താദുമാരെക്കുറിച്ച്, ആലിമീങ്ങളെക്കുറിച്ച് നമ്മുടെ ഖൽബുകളിൽ ആ ബഹുമതിയും മതിപ്പും ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. എന്നല്ലാതെ
മുതഅല്ലിമീങ്ങളായ ഞങ്ങളുടെ മനസ്സുകളിൽ നമ്മുടെ മഹത്തുക്കളെ സംബന്ധിച്ചുള്ള ആ മഹാത്മ്യം അത് രൂഢമൂലമാക്കുന്നതിന് വേണ്ടി ഉസ്താദ് പലപ്പോഴും വലിയ ആലിമീങ്ങളെ പരിചയപ്പെടുത്തി തരാറുണ്ട്. ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ വല്ലാതെ മദ്ഹ് ചെയ്ത് പറയുന്നത് പലപ്പോഴും കേട്ടത് ഞാൻ ഓർക്കുകയാണ്. മുനാസബത്തുള്ള പറയാനൊരു ചാൻസ് വരുമ്പോഴാണ് പറയുക. അങ്ങനെ ഞാൻ പറയുന്നത് 1974 റമളാനിന്റെ തൊട്ട് മുമ്പ് ഞാൻ ഉള്ളാൾ സിയാറത്തിന് വേണ്ടി പോയി. അങ്ങനെ അവിടെ ചെന്ന് ഞാൻ മാത്രമല്ല, എന്റെ കൂടെ എന്റെ ജ്യേഷ്ഠ സഹോദരൻ അടക്കം 3-4 പേര് ഉണ്ട്. അവിടെ ചെന്ന് സിയാറത്ത് കഴിഞ്ഞ് ഇന്നത്തെ പോലെ വിപുലമായ രീതിയിലൊന്നും പള്ളിയും മക്കാമും ആയിട്ടില്ല. പള്ളിയുടെ വടക്ക് ഭാഗത്ത് ഉള്ള ആ സൈഡിലേക്ക് ചരൂരിലേക്ക് ഞാൻ സിയാറത്ത് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് മഹാനായ താജുൽ ഉലമയുടെ ദർസ് പള്ളിയുടെ ഉള്ളിൽ കാണുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് മഹാനായ തങ്ങളെ കാണുന്നത്. ഉസ്താദ് പരിചയപ്പെടുത്തിയതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഇതാണ് ആ പറഞ്ഞ മഹാൻ. നീളം കുറഞ്ഞ ഒരാള്, വിശാലമായ റൗണ്ടായി ആലിമീങ്ങൾ, ഇവരെപ്പോലെയുള്ള ആലിമീങ്ങൾ ഇരിക്കുമ്പോ അതിന്റെ നടുവിലൂടെ നടന്നുകൊണ്ട് ദർസ് നടത്തുകയാണ്. അപ്പൊ ഏതാണ് ദർസ്? ഞാൻ ഉപരിപഠനത്തിന് വേണ്ടി പോകുന്ന കൊല്ലത്തിന്റെ തൊട്ട് മുമ്പത്തെ കൊല്ലമായതുകൊണ്ട് ഏറെക്കുറെയൊക്കെ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റിയ ഒരു സമയം ആയതുകൊണ്ടും ഞാൻ അവിടെ ആ ചെരുവിൽ തന്നെ ഇരുന്നു. അപ്പൊ സുബ്ഹാനല്ലാഹ്, അവിടെ നടക്കുന്നത് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളുടെ തുഹ്ഫത്തുൽ മുഹ്താജാണ്. നേരത്തെ ബേക്കൽ ഉസ്താദ് പറഞ്ഞതുപോലെ മസ്അലകൾ എന്നത് മാത്രമല്ല, തുഹ്ഫയെ സംബന്ധിച്ച് ആലിമീൻക്കറിയാം അത് വലിയ കടുപ്പമുള്ള, അതിന്റെ ഇബാറത്തും കടുപ്പമാണ്, ആശയവും കടുപ്പമാണ്. അങ്ങനെയുള്ള ആ തുഹ്ഫത്തുൽ മുഹ്താജ് മഹാനവറുകൾ വളരെ ലാഘവത്തോടെയാണ് നടത്തുമ്പോൾ വായിച്ചു കൊടുക്കുന്നതിൽ തെറ്റുപറ്റിയവരെ നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ ശിക്ഷിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിന്റെ പുറമെ ആ തുഹ്ഫയുടെ വ്യാഖ്യാന ഗ്രന്ഥമായ ഹാശിയത്തു ശർവാനിയിൽ നിന്നും ഹാശിയത്ത് ഇബ്നു ഖാസിമിൽ നിന്നൊക്കെയുള്ള ഉദ്ധരണികൾ മഹാനായ തങ്ങൾ കാണാതെ വായിക്കും. ഇത് എന്തൊരു അത്ഭുതമാണ്! തുഹ്ഫ എന്ന് പറഞ്ഞാൽ ഇബ്നു ഹജറിന്റെ ദർസിൽ നിന്ന് നേരിട്ട് തുഹ്ഫ പഠിച്ച ആളാണ്, ഓതിയ ആളാണ് സയ്യിദ് ഉമറുൽ ബസരി റഹ്മഹുല്ലാഹ്. അതേപോലെ വേറെ ധാരാളം ആളുകൾ ആ കാലഘട്ടത്തിൽ വലിയ വലിയ ആലിമീങ്ങൾ, ധാരാളം ആലിമീങ്ങൾ മഹാനായ ഇബ്നു ഹജറിന്റെ തുഹ്ഫ ഇബ്നു ഹജറിൽ നിന്ന് തന്നെ നേരിട്ട് പഠിച്ചിട്ടുണ്ട്. എന്നല്ലാതെ ഇബ്നു ഹജർ തങ്ങൾ കിതാബ് രചിച്ച് രണ്ടാമതൊരാവർത്തി നോക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് അതിന് കെട്ടിക്കൊടുക്കുന്ന കാരണമെന്ന് ആരോ ചിലർ പറഞ്ഞുപോയി. അതല്ല, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ തന്നെ അതുണ്ടാക്കിയ ശേഷം ദർസ് നടത്തിയിട്ടുണ്ട്. ആ ദർസ് നടത്തിയതിൽ ധാരാളം വലിയ വലിയ ആലിമീങ്ങൾ പങ്കെടുത്തവർ
അവരാണ് പിന്നീട് തുഫക്ക് വ്യാഖ്യാനം എഴുതിയവർ, ഹാസ്യ എഴുതിയവർ. അതിൽ പ്രധാനിയാണ് സയ്യിദ് ഉമറുൽ ബസ്രി റഹ്മത്തുള്ളാഹ്. മഹാനവകൾ പറയുന്നുണ്ട്, ഈ തുഫ ഇത്രയും ബൃഹത്താനും ഇത്രയും വെയ്റ്റുള്ളതാകാനും ആലിമീങ്ങളെ മുഴുവൻ അത് അശക്തിയിൽ ആക്കാനും ഉണ്ടായ കാരണം ഇബ്നു ഹജർ തങ്ങൾക്ക് നേരത്തെ ഒരുപാട് കാലങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയൊരു ഗ്രന്ഥമുണ്ടായിരുന്നു. ബുശറുൽ കരീം എന്നാണ് അതിന്റെ പേര്. ഇന്ന് നമ്മൾ കാണുന്ന ഒരു ബുശറുൽ കരീം ചെറുതുണ്ട്. അത് വളരെ മുത്താഖിറായ പിൽക്കാലത്തുള്ള ഒരു പണ്ഡിതൻ, ഒരു മഹാൻ എഴുതിയതാണ്. അതല്ല ഈ പറഞ്ഞ ബുശറുൽ കരീം. ഒരുപാട് വാല്യങ്ങൾ വരുന്ന ബുശറുൽ കരീം മഹാനവറുകളുടെ ഹാസ്യങ്ങൾ എല്ലാ കാലത്തും ഉണ്ടാവും. പ്രത്യേകിച്ച് ആലിമീങ്ങൾക്കാണ് കൂടുതൽ ഹാസ്യങ്ങൾ ഉണ്ടാവുക. ഞാൻ അതിലേക്ക് കടക്കുകയല്ല. ഇന്നും നാം കാണുന്നത് അതാണ്. എന്തു പറഞ്ഞാലും അതെല്ലാം ചെന്നെത്തുന്നത് ഹാസീന് ദാലു കൂടിയ ഒരു മാർദ്ദമുണ്ടല്ലോ, ഹസദ്, അതിലേക്കാണ്. അതിൽ നിന്നാണ് ബാക്കിയുള്ളതെല്ലാം ഉണ്ടാവുക. അപ്പൊ അന്നത്തെ ഏറ്റവും വലിയൊരു പണ്ഡിതനാണ്, ഏറ്റവും വലിയ അലിമല്ലേ ഇബ്നു ഹജർ തങ്ങൾ. ആ ഇബ്നു ഹജർ തങ്ങളുടെ ഹാസിദീങ്ങൾ, ഹുസ്സാദീങ്ങൾ മഹാനവയുടെ ആ ഗ്രന്ഥം കട്ടെടുത്ത് അത് കരിച്ചു കളഞ്ഞു. അപ്പോൾ മഹാനായ ഇബ്നു ഹജർ തങ്ങൾ വളരെ അങ്ങേയറ്റം വിഷമിച്ചു, സങ്കടപ്പെട്ടു. ഒരുപാട് കാലത്തെ അധ്വാനമാണ്, അത് ഒന്നുമല്ലാതെ നശിപ്പിച്ചു കളഞ്ഞപ്പോൾ അതിന്റെ ഒരു പ്രായശ്ചിത്തം എന്നോണം, അതല്ലാതെ അതിന്റെ ഒരു ബദൽ എന്നോണം ഉണ്ടാക്കിയ കിതാബാണ് ബഹുമാനപ്പെട്ട ഇമാം നബവി തങ്ങളുടെ ധാരാളം ഗ്രന്ഥങ്ങളിൽ വളരെ ബൃഹത്തായ ഗ്രന്ഥമാണ് മിൻഹാജു ത്വാലിബീൻ. ആ മിൻഹാജിന് നിരവധി ആളുകൾ ഇബ്നു ഹജർ തങ്ങളുടെ മുമ്പ് ശറഹ് എഴുതിയിട്ടുണ്ട്. പെരുത്ത ആലിമീങ്ങൾ ശറഹ് എഴുതിയ ഗ്രന്ഥമാണ് മിൻഹാജ്. എന്നാലും ശറഹുകൾ കുറഞ്ഞതുകൊണ്ടല്ല, ബഹുമാനപ്പെട്ട ഇമാം നബവിയുടെ ഒരു കിതാബിന് എനിക്ക് ഖിദ്മ ചെയ്യണമെന്ന മോഹം, ആഗ്രഹം ബഹുമാനപ്പെട്ടവർക്ക് ഉണ്ടായത് തുഹ്ഫയുടെ ആമുഖത്തിൽ പറയുന്നുണ്ട്. ആ ഒരു ആഗ്രഹം വെച്ച് നേരത്തെ ബുശറുൽ കരീമിൽ വെച്ച എല്ലാ മസ്അലകളും ഇവിടെ ഒതുക്കണം എന്ന ആ ആഗ്രഹത്തോടെ ബുശറുൽ കരീമിൽ പറഞ്ഞ ഒരു മസ്അലയും ഒഴിവാകാതെ ആ മസ്അലകൾ മുഴുക്കെ ഫിഖ്ഹിന്റെ കിതാബുകളുടെ കൂട്ടത്തിൽ നിന്ന് ഇത്തരം മസായിലുകൾ ചെന്നെഴുത മറ്റൊരു കിതാബ് കാണുകയില്ലെന്നാണ് ഉമറുൽ ബസ്രി റഹ്മത്തുള്ളാഹി പറയുന്നത്. അങ്ങനെയാണ് ആ ഗ്രന്ഥം രചിച്ചത്. അപ്പൊ രചിച്ചപ്പോൾ ഒരു ബാബിൽ പറയേണ്ടുന്ന മസ്അല ചിലപ്പോ അവിടെ കാണില്ല. ആ മസ്അല ബഹുമാനപ്പെടും വേറൊരു സ്ഥലത്ത് അവിടുത്തെ മുനാസിബത്ത് വെച്ച് അവിടെ പറഞ്ഞു കാണും. ഏതായിരുന്നാലും ബഹുമാനപ്പെട്ടവർ പറയാത്തൊരു മസ്അലയും ഉണ്ടാവുകയില്ല. അങ്ങനെ കുറഞ്ഞ ഇബാറത്തുകളിൽ ഇത്രയും വിശാലമായ അറിവിനെ ഒതുക്കണമെന്ന നിലക്ക് വളരെ ധൃതിപ്പെട്ടു എഴുതിയതാണ്. 10 മാസങ്ങളെ കൊണ്ടാണ് അതിന്റെ രചന പൂർത്തിയാക്കുന്നത്. അങ്ങനെ മഹാനായ ഇബ്നു ഹജർ തങ്ങൾ എഴുതിയ ആ ഗ്രന്ഥം അത് അത്രയും കടുപ്പമായതുകൊണ്ടല്ലേ ഇബ്നു ഹജർ തങ്ങൾ തന്നെ അതിന് ഒരു ഹാസ്യ എഴുതിയിട്ടുണ്ട്. തുഹ്ഫക്കുള്ള ഹാസ്യ ഇബ്നു ഹജർ തങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട്. ഇബ്നു ഹജർ തങ്ങളുടെ മകന്റെ മകൻ വേറെ ഒരു ഹാസ്യ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു 10-15 ഹാസ്യകൾ ഈ തുഹ്ഫത്തുൽ മുഹ്താജിനുണ്ട്. അങ്ങനത്തെ കടുകടുപ്പമുള്ള തുഹ്ഫത്തുൽ മുഹ്താജ് വളരെ ലാഘവത്തോടെ ദർസ് നടത്തുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും ആ സദുക്കിലേക്കുകയും ചെയ്ത. അപ്പൊ ബഹുസ്കാരം കഴിഞ്ഞ ശേഷം എന്റെ ഏട്ടം പറഞ്ഞ് നമ്മൾ പോവുക. എനിക്കിത് വല്ലാത്തൊരു കൗതുകമായപ്പോ ഞാൻ പറഞ്ഞു നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞു പോവാം. അങ്ങനെ പിന്നെയും 2 സദുക്കുകളിൽ ഇതുപോലെ ഞാൻ പങ്കെടുത്തു. ഒന്ന് നേരത്തെ പറഞ്ഞ ഹിക്കം, കാതൽ ഹിക്കമോ അഞ്ഞക്കൂന ഖുർആന. ഹിക്കം എന്ന് പറഞ്ഞാൽ അതത്രയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആശയസമ്പത്തിയുള്ള ഖുർആനിന്റെ ചെറിയ വാക്കുകളിൽ എല്ലാ ഇൽമുകളും ഒതുങ്ങി കിടക്കുന്നത് പോലെ
വളരെ ചെറിയ ആ ഹിക്കമിൽ നിരവധി വിജ്ഞാനങ്ങൾ അതിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ആ ഹിക്കമം ബഹുമാനപ്പെടുന്നത് ദർശനം നടത്തുമ്പോ ആ ഹിക്കമെ ശർഹ് ചെയ്ത ശുറാഹിൽപ്പെട്ട ഒരു ശാരിഹി പോലെ തോന്നും. ആ ഇബാറത്തുകളൊക്കെ വായിക്കുമ്പോഴേക്ക് ബഹുമാനപ്പെട്ടവർ കാണാതെ വായിക്കുകയാണ്. അങ്ങനെ വിശാലമായ പാണ്ഡിത്യത്തിന്റെ ഉടമ. ഞാൻ അവിടുത്തെ പാണ്ഡിത്യത്തെക്കുറിച്ച് പറയേണ്ടതില്ല. എല്ലാ നിലക്കും അത് സംബന്ധിച്ച് നേരത്തെ ബേക്കൽ ഉസ്താദ് പറയുകയുണ്ടായി. ആ പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യുക എന്നത് ബഹുമാനപ്പെട്ടവരുടെ ഒരു സവിശേഷതയായി നാം കാണുന്നു. അത് പറയുന്നതിലോ അതിൽ ഉറച്ചു നിൽക്കുന്നതിലോ ഒരാളെയും ഒരു മഖ്ലൂഖിനെയും ഭയപ്പെടുകയില്ല. അത് ബഹുമാനപ്പെട്ട തങ്ങൾ എപ്പോഴും പറയുന്നതല്ലേ, സത്യത്തിനല്ലാതെ എന്തിനെ പേടിക്കണം? നമുക്കെന്താ ഹക്ക് അല്ലാത്ത മറ്റൊന്നിനെ പേടിക്കേണ്ട ആവശ്യം എന്തുണ്ട്? അൽ ഹഖു അഹഖു അൻ യുത്തബഅ. ബഹുമാനപ്പെട്ട തങ്ങൾ പലപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അൽ ഹഖു അഹഖു അൻ യുത്തബഅ. സത്യമാണ് പിൻപറ്റാൻ ഏറ്റവും ബന്ധപ്പെട്ടത്. സത്യത്തിനപ്പുറം വേറെ ഒന്നും ഫമാദാ ബഅദൽ ഹഖ് ഇല്ലൽ വലാൽ. സത്യത്തിനപ്പുറം പിന്നുള്ളത് വലാലത്താണ്, അല്ലാതെ വേറൊന്നുമില്ല. ഞാൻ ഒരിക്കൽ ബഹുമാനപ്പെട്ട താജുദ്ദീൻ സുബ്കി റഹ്മത്തുള്ളാഹി അലൈഹി ആ മഹാനവരുടെ തബഖാത്തു ശാഫിയത്തുൽ കുബ്ര അത് നോക്കുമ്പോൾ തങ്ങൾ പറഞ്ഞ ഇബാറത്ത് അവിടെ ഞാൻ കാണുകയാണ്. അതെന്താ പറയാനുള്ള കാരണം? മഹാനായ സുബ്കി തങ്ങളുടെ ഉസ്താദുമാരിൽ ഒരാളാണ് ദഹബി, ഹാഫിദ് ദഹബി. ഹാഫിദ് ദഹബി ഹദീസിൽ വലിയ പാണ്ഡിത്യമുള്ള ആളാണ്, ഹിഫാമിൽപ്പെട്ട ഒരാളാണ്, അതിലൊന്നും തർക്കമില്ല. പക്ഷേ സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തോട് ഒരു ചെറിയ ഭിന്നിപ്പ് അദ്ദേഹത്തിനുണ്ട്. ആ കാരണം കൊണ്ട് മഹാനായ സുബ്കിയെ സംബന്ധിച്ച്, അവിടുത്തെ ഉസ്താദിനെ സംബന്ധിച്ച് മഹാനവർ പറയുന്നിടത്താണ് ഇത് പറയുന്നത്. വഹുവ ശൈഖുനാ വ മുഅല്ലിമുനാ. എന്നെ പഠിപ്പിച്ച എന്റെ ശൈഖുനെയാണ്, എന്റെ മുഅല്ലിമാണ്. പക്ഷേ ഗൈറ അന്നൽ ഹഖ് അഹഖു അൻ യുത്തബഅ. സത്യമാണ് പിൻപറ്റാൻ പറ്റുന്നത്, അത് മാത്രമേ ഉള്ളൂ. സത്യമല്ലാത്തൊന്നും പിൻപറ്റാൻ പറ്റിയതല്ല. ഉസ്താദ് സത്യത്തിന്റെ അപ്പുറത്താണെന്ന് വരുമ്പോൾ സത്യത്തിൽ ഉറച്ചു നിൽക്കുകയല്ലാതെ ഉസ്താദ് അപ്പുറത്തായതുകൊണ്ട് തൽക്കാലം ഈ സത്യം മൂടിവെച്ച് ഉസ്താദിന്റെ കൂടെ നിൽക്കുക, അത് ഇസ്ലാമിന്റെ വഴിയല്ല. അതാണ് മഹാനായ സുബ്കി ഇമാം അവിടുത്തെ ഉസ്താദായ ഹാഫിദ് ദഹബിയെക്കുറിച്ച് പറയുന്നു. അങ്ങോട്ട് നോക്കുമ്പോൾ നിങ്ങൾ തബഖാത്തു ശാഫിയത്തുൽ കുബ്ര നോക്കൂ. സ്വന്തം ഉസ്താദിനെ കുറിച്ച് പറഞ്ഞ ഭാഗങ്ങൾ വളരെ കൂടുതലാണ്. പറഞ്ഞത് മുഴുവൻ ഉസ്താദ് സത്യത്തിനെതിരെ വന്നപ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദക്കെതിരിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചു. ആ സംസാരം എവിടം വരെ എത്തി? ഹദീസിന്റെ നിരൂപണം നടത്തുന്ന ഒരു പണ്ഡിതനാണ് യഥാർത്ഥത്തിൽ ഈ ദഹബി, ഹാഫിദ് ദഹബി. പക്ഷേ അദ്ദേഹം നിരൂപണ വേളയിൽ അദ്ദേഹത്തിന്റെ ആശയത്തോട് എതിരായി വരുന്ന ഹദീസുകൾ സഹിയായ ഹദീസാണെങ്കിൽ പോലും ആ ഹദീസിനെ റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർമാരെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ആക്ഷേപം അദ്ദേഹം പറയും. അങ്ങനെയാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത റുവാത്തിൽ പലരെ സംബന്ധിച്ചും ഹാഫിദ് ദഹബി കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്, മൻ ആദാ ലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. സുന്നത്ത് ജമാഅത്തിന്റെ ഒരു അടിസ്ഥാനമാണ്. എന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു വലിയനോട് ആരെങ്കിലും ശത്രുത വെച്ച് പുലർത്തിയാൽ ഞാനാണ് അവരോട് യുദ്ധപ്രഖ്യാപനം നടത്തുന്നത്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥമാണ് മീസാൻ ഇഅ്തിദാൽ, ദഹബിയുടെ ഗ്രന്ഥമാണ്. ആ മീസാനിൽ
ഈ ഹദീസ് പറഞ്ഞതിന് ശേഷം പറയുന്നു, ലൗലാ ഹൈബത്തുൽ ബുഖാരി ലഅദത്തുഹു മിൻ മനാക്കിരി ഖാലിദ്. ഖാലിദ് ഇബ്നു മഖ്ലദ് എന്ന് പറയുന്ന ഒരാൾ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റുവാത്തിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിന് ധാരാളം ഹദീസുകൾ വെറുക്കപ്പെട്ട ഹദീസുണ്ട്. ആ മുങ്കറായ ഹദീസിൽപ്പെട്ട ഹദീസാണ് ഇത് എന്ന് ഞാൻ പറയുമായിരുന്നു. പക്ഷേ ബുഖാരിയെ പേടിച്ചതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പറച്ചിൽ കഴിഞ്ഞു. ലൗലാ ഹൈബത്തുൽ ബുഖാരി ലഅദത്തുഹു മിൻ മനാക്കിരി ഖാലിദ്. ഇത് അദ്ദേഹം പറഞ്ഞത് ബഹുമാനപ്പെട്ട ഇമാം സുബക്കി ഉദ്ധരിക്കുന്നുണ്ട്. ഞാനത് മീസാനിൽ നോക്കുമ്പോൾ അതേ സ്ഥലം കാണുകയും ചെയ്തു. ഞാൻ പറയുന്നത്, അങ്ങനെ ദഹബി ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റുവാത്തിനെ സംബന്ധിച്ച് നിരൂപണം നടത്തുമ്പോൾ എല്ലാ നീതിയും വിട്ടുപോയി. അതുകൊണ്ട് സുബക്കി ഇമാം ശിഷ്യൻ ഉസ്താദിനെ കുറിച്ച് പറയുന്നു, വഅമ്മാ താരീഖു ശൈഖിന ദഹബി. എന്റെ ഉസ്താദ് ദഹബിയുടെ താരീഖ് ഏതാണത്? മീസാനുൽ ഇത്തിദാൽ. ഫമസ്ഹൂലുൻ ബിത്തഅശ്ശുരിൽ മുഫ്രിദ്. അങ്ങേയറ്റത്തെ പക്ഷപാതം കൊണ്ട് കുത്തി നിറക്കപ്പെട്ട ഗ്രന്ഥമാണ്. പക്ഷപാതം വളരെ കൂടുതലുണ്ട്. കാരണം എന്താ? ഫഇന്നഹു ഇദാ ജാഅ ദിക്റു അശ്അരിയിൻ. ഇമാം അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ അനുയായികളിൽപ്പെട്ട ഒരു സുന്നിയെ കുറിച്ചുള്ള പരാമർശം വന്നാൽ ദമ്മ വഅഫറത, ആ പണ്ഡിതനെ കുറിച്ച് ദമ്മ ചെയ്യും, അങ്ങേയറ്റം ആക്ഷേപിക്കും. വഅഫറത, ആക്ഷേപത്തിൽ ഒരു കണക്കില്ല, വിട്ടുകടന്നു പോകും. എന്നിട്ട് സുബക്കി ഇമാം പറഞ്ഞു, ഇമാം റാസിയെക്കുറിച്ച് ഈ ദഹബി എത്ര സംസാരിച്ചു? ഇമാം റാസിയെക്കുറിച്ച് ഇവിടെ സംസാരിക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റുവാത്തിൽപ്പെട്ട ആളെ അല്ല ബഹുമാനപ്പെട്ട ഇമാം റാസി. വലിയ മുഫസ്സിറാണ്, വലിയ താരീഖുകാരനാണ്, വലിയ മഅഖൂലാത്തുകാരനാണ്. ഒരുപാട് ഫന്നുകളിൽ അദ്ദേഹം അറിയപ്പെട്ട ആളാണ്. പക്ഷേ ഹദീസ് റിപ്പോർട്ടുകളിൽ അറിയപ്പെട്ട ആളല്ല. എന്നിരിക്കെ മഹാനവറുകളെ ഇവിടെ വലിച്ചു കൊടുക്കുന്നത് ആക്ഷേപത്തിന് വേണ്ടി മാത്രമാണ്. അങ്ങനെ 4-5 പേജുകൾ ബഹുമാനപ്പെട്ട ഇമാം റാസിയെക്കുറിച്ച് ആക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, വഇദാ ജാഅ ദിക്റു മുജസ്സിമിൻ. അല്ലാഹുവിന് ജിസ്മുണ്ട്, കണ്ണും കയ്യും കാലും ഒക്കെ ഉള്ള ആളാണ് അല്ലാഹു എന്ന് വിശ്വസിക്കുന്ന മുജസ്സിം പഠിച്ചവരാണ്. മുജസ്സിമത്ത് കാഫിറാണെന്നുവരെ പറഞ്ഞവരുണ്ട്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അങ്ങനെ ഇത്ലാഖാക്കി പറഞ്ഞു. പണ്ഡിതന്മാർ അതിൽ ചില വിശദീകരണമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാനല്ല പറയുന്നു. അങ്ങനത്തെ ഒരു മുജസ്സിമിനെ കുറിച്ചുള്ള പരാമർശം വന്നാൽ നമ്മുടെ നാട്ടിലെ വഹാബികളെ പോലെ അള്ളാഹുവിന് കൈയുണ്ട്, അള്ളാഹുവിന് 2 കൈയും വലത്തേ കൈയാണ്, അല്ല അള്ളാഹ്ക്ക് ഒരു കൈയുള്ളൂ, ആകെ ഒരു വലത്തേ കൈ മാത്രമേ ഉള്ളൂ, അല്ല അള്ളാഹുവിന് 2 കൈ അപ്പുറത്തും ഇപ്പുറത്തുണ്ട് എന്നൊക്കെ പറയുന്ന വഹാബികളില്ലേ, അവരുടെ ആ വാദമാണ് തജസ്സും. ആ മുജസ്സിമിനെ കുറിച്ച് പരാമർശം വന്നാൽ എന്റെ ഉസ്താദ് എന്ത് കാട്ടും? മദഹ അഫ്റത, നന്നായി മധുഹ് ചെയ്യും. ആ മധുഹാണ്ട് തുടങ്ങിയാൽ അതിനൊരു കണക്കുമില്ല, അത്രയും അതിൽ വിട്ട് മധുഹ് ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും എന്റെ ഉസ്താദിന്റെ ഈ ഗ്രന്ഥത്തിന്റെ വഞ്ചനയിൽ ആരും പെട്ടുപോകരുത് എന്ന് ഇമാം സുബ്ക്കി റഹ്മത്തുള്ളാഹി അലൈഹി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞെങ്കിൽ ഞാൻ പറയുന്നു, ആ മദ്ഹബിൽ ഉറച്ചു നിന്ന ആളാണ് മഹാനായ താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അതല്ലേ സമസ്തയിലെ ജമീഅത്തുലമയിൽ 1956 സമസ്തയിൽ വന്നെങ്കിൽ വിനീതനായി എനിക്കന്ന് 2 വയസ്സാണ്. അന്ന് സമസ്തയിൽ മുഷാവറംഗമാണ് തങ്ങൾ. ബക്കറ്റ് പിരിവ് നടക്കുന്നുണ്ട്. എല്ലാവരും നല്ല അതിൽ സംഭാവന സമർപ്പിക്കണമെന്ന് 1956 സമസ്തയിലെ ജമീഅത്തുലമയിൽ മുഷാവറ അംഗമായി വന്ന തങ്ങൾ ഉള്ള സമയത്ത് തന്നെ നാം പിരിയുന്നതിന് മുമ്പ് തന്നെ ഈ 12 വർഷക്കാലം സമസ്തയുടെ വൈസ് പ്രസിഡന്റായിരുന്നു.
വിനീതനായ ഞാൻ അവിടുത്തെ ഉസ്താദുമാരായ 3 പേരും പോകുമ്പോൾ കണ്ണിയത്തും നീക്കയും ഉള്ള സമയത്ത് തന്നെ രണ്ടുപേരും പിന്നെ അവർ തന്നെ ഈ മഹാനവറുകളെ ബഹുമാനത്തോടെയായിരുന്നു കണ്ടിരുന്നത്. ആ 2 എന്നതിന് തെളിവാണ് വിനീതനായ ഞാൻ തന്നെ പലപ്പോഴും ഇവർ 3 പേരും പോകുമ്പോൾ തങ്ങളെ മുന്നിൽ നടത്തിയിട്ട് 2 പേരും പിന്നിൽ നടന്നു പോകുന്നത് ഞാൻ ഈ 2 കണ്ണുകൊണ്ട് കണ്ടിട്ടു. അതിന്റെ പുറമെ ആ 2 മഹത്തുക്കൾ അവരുടെ ശിഷ്യനായ തങ്ങൾക്ക് കൊടുത്ത ഈ ബഹുമതി എവിടുന്നും പറയും ശരിയാണ്, വലിയ ആലിമാണ്. അത് സംസ്ഥയിൽ ഈ ഒരു ബഹുമതി തന്നെയാണ്. അതിന്റെ പുറമെ നമ്മുടെ ഇടയിൽ ഒരാളെയും ഒരു പേടിയില്ല, എവിടുന്നും പറയും. തീരുമാനം എടുത്തു. ഞാൻ ഓർക്കുന്നു, വളരെ വർഷങ്ങൾക്ക് മുമ്പ് അന്ന് സംസ്ഥയിൽ പിഴപ്പുണ്ടായിട്ടില്ല. ഊരിശാ തരീഖത്ത് സംബന്ധിച്ചുള്ള ഇങ്ങനെ ഒരു കടുങ്ങാത്തുണ്ട് വളവൻ നമ്മുടെ ഇടയിൽ ഇങ്ങനെ ചർച്ചകൾ നടന്നിരിക്കുന്നത് തീരുമാനം എടുക്കുകയാണെന്നാണ് ധാരണ. അന്ന് നമ്മുടെ സ്റ്റേജുകളിലൊക്കെ ഉണ്ടാകുന്ന ആളാണ് ഞാൻ അന്ന് കുണ്ടോട്ടിയിൽ ദർസിൽ പഠിക്കുന്ന കാലമാണ്. അപ്പോ കടുങ്ങാത്തുണ്ട് വളവന്നൂർ ബാഫക്കിയായ കൃത്യഖാനയുടെ ഒരു സമ്മേളനമാണെന്നാണ് ധാരണ. ആ പ്രസംഗം, ആ സമ്മേളനത്തിൽ സമയത്ത് ഞാൻ അന്ന് കുണ്ടോട്ടിയിൽ ഉസ്താദിന്റെ ദർസിൽ പഠിക്കുന്നതാണ്. പോയി കണ്ടുവന്നതിന് ശേഷമാണ് ഈ ഞാൻ ആ സമ്മേളനത്തിൽ പോയി. അപ്പൊ തങ്ങളുടെ മഹാനായ തങ്ങൾ പോയത് അവിടുന്ന് പ്രസംഗിക്കുന്നു. അവിടെ വെച്ച് ആ പ്രസംഗം തങ്ങളുടെ പ്രസംഗത്തിൽ സമയത്ത് ഈശ്വരിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ഉള്ളാളത്ത് പോയി കണ്ടുവന്നതിന് ശേഷമാണ് പറയുന്ന ആള്. അപ്പൊ തങ്ങളോട് വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ പോയത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ വെച്ച് ചോദിച്ചു നോക്കൂ, ബഹുമാനപ്പെട്ട തങ്ങളുടെ പ്രസംഗത്തിൽ എന്തിനാണ് അദ്ദേഹം ഷെയ്ഖുനെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു, ഇതാ ഈ നൂരിഷാ എന്ന് പറയുന്ന ആള് ഒരാൾക്ക് ഉറക്കും ആലിമല്ല, അയാൾ ജാഹിലാണെന്ന് ഷെയ്ഖുനായോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഞാൻ പറഞ്ഞില്ലേ? ഷെയ്ഖുന എന്തിനാണ് അദ്ദേഹത്തിന് കൂടെ നടക്കുന്നത്? 2 ആളെയും ചൂണ്ടിയിട്ട് പിന്നെ ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു, ഒരാൾക്ക് ഉറക്കൂ, ഇവർക്ക് ആ സ്റ്റേജിൽ ഇരിക്കുന്നു കുട്ടിയെ അറിയോ? ഒരു ജാഹിലി. അതേപോലെ തന്നെ ഒരു പേടിയുണ്ട്. ഉസ്മാൻ സാഹിബ്, ഉസ്മാൻ സാഹിബ് 2 ആളെയും ചൂണ്ടിയിട്ട് തങ്ങൾ പറഞ്ഞു, പിന്നെ ഈ 2 ജാഹിലികളാണ്. ഞാൻ ഓർക്കുന്നു, അതുകൊണ്ട് ഇവർക്ക് എന്തറിയോ? ഇവർക്ക് വല്ലതും അറിയോ? ഒരു ജാഹിലികൾ നെഞ്ഞേക്കാണ് ഞാൻ പറയുന്നത്. ഒരു പേടിയില്ല. ആരെ സംബന്ധിച്ചായാലും ഉള്ളത് ഇവിടെ ഇതേപോലെ ഞാൻ ഓർക്കുന്നു, അതുകൊണ്ട് പറഞ്ഞു നിർത്തുക. ബഹുമാനപ്പെട്ട തങ്ങളുടെ ഏത് വിഷയത്തിലും തങ്ങളുടെ നെഞ്ഞൂക്കാണ് ഞാൻ പറയുന്നത്. ഈ 2 ലീഗും 2ആയി തങ്ങളുടെ ഹിമ്മത്ത്. മഹാനായ താജുൽ മുസ്ലിം ലീഗിൽ ഇവിടെ ഇടയിൽ ചേരുകയുണ്ടായില്ല. ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കല്ല. നടത്തിയിട്ടുണ്ട്. യൂണിയൻ ലീഗും അതേപോലെ നോക്കുന്നു. ഈ 2 ലീഗും 2ആയി പിറന്ന സമയത്ത് മഹാനായ താജുൽ ഉലമ അവരുടെ ഇടയിൽ ഐക്യമുണ്ടാക്കാൻ അങ്ങേയറ്റം പരിശ്രമം നടത്തിയിട്ടുണ്ട്. നേതാക്കൾ സമ്മേളനത്തിലുണ്ട്. ഞാൻ ഓർക്കുന്നു, നന്ദി മറുഭാഗത്ത് സമ്മേളനം നടക്കുമ്പോൾ CH ആ സമ്മേളനത്തിൽ ആളുകൾ 2 ഗ്രൂപ്പിൽ നിന്നുള്ള നേതാക്കൾ സമ്മേളനത്തിലുണ്ട്. ഉമർ ബാഫക്കി തങ്ങളുണ്ട്, PM അബൂബക്കർ സാഹിബുണ്ട്. തങ്ങൾ നിങ്ങൾ അങ്ങനെ മറുഭാഗത്ത് നിങ്ങൾ CH മുഹമ്മദ് കോയ സാഹിബ് അടക്കമുള്ള ആളുകളുണ്ട്. അദ്ദേഹം തീരെ സുഖമില്ലാതെയാണ് നമ്മൾ വന്നത്. ഞാൻ പറയുന്നു, 2 കൂട്ടരെയും ഇരുത്തി മഹാനായ തങ്ങൾ നിങ്ങൾ അങ്ങനെ ഭിന്നിക്കാൻ പാടില്ല, നിങ്ങൾ ഒന്നിക്കണം എന്ന് ഗൗരവസ്വരത്തിൽ 2 പേരോട് നല്ല കാര്യവും 2 ആളുടെയും കൈ പിടിച്ച് തങ്ങൾ എവിടെയും ഉണ്ടായിട്ടില്ല ഒന്ന് ഒപ്പിക്കാൻ വേണ്ടി. മസലഹത്തിന് അതുകൊണ്ട് നടന്നില്ല, വേറെ വിഷയം. ഞാൻ പറയുന്നത്, മഹാനായ തങ്ങൾ അതിനു വേണ്ടിയും ശ്രമം നടത്തി. തലക്കർത്തൊരു ദർശനത്തുന്ന കാലം അങ്ങനെ നല്ല കാര്യത്തിനല്ലാതെ കുഴപ്പമുണ്ടാക്കാൻ തങ്ങൾ എവിടെയും സമ്മേളനം നടക്കുന്നു. ഏത് സമയത്തും തങ്ങൾ ആരെയും പേടിക്കാതെ. മറ്റൊരു സംഭവം കൂടി പറഞ്ഞാൽ നിർത്താം. ഞാൻ തലക്കർത്തൂരിൽ ദർശനത്തുന്ന കാലം, അന്നും സമസ്തം ഇരിഞ്ഞിട്ടില്ല. പട്ടിക്കാട് ജാമിയാനൂരുടെ വലിയ മഹാസമ്മേളനം നടക്കുന്നു. ആ സമ്മേളനത്തിൽ അന്നത്തെ കേന്ദ്രമന്ത്രി റഹീം, ആ റഹീമിന്റെ പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട തങ്ങൾ അധ്യക്ഷനാണെന്നാണ് എന്റെ ധാരണ. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് ആലിമീങ്ങളെ കുറിച്ച് കുറച്ച് കൊച്ചാക്കി പറഞ്ഞു. എന്താ പറഞ്ഞത്? കുറെ അറബി ഗ്രന്ഥങ്ങൾ ഓതും, പഠിക്കും, പക്ഷെ അറബി സംസാരിക്കാൻ അറിയില്ല. ഞങ്ങൾ ഭാഷ പഠിക്കാൻ കുറവായിരിക്കാം.
പക്ഷേ അദ്ദേഹം പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട തങ്ങൾക്ക് സേവ് വന്നില്ല. അയാൾ പ്രസംഗം കഴിഞ്ഞപാട് തങ്ങൾ പറഞ്ഞു, ഒറ്റ കാര്യം പറയട്ടെ, ഞങ്ങൾ ഭാഷ പഠിക്കാൻ അല്ല കിതാബ് ഓതുന്നത്. അതിന് അറബി മുൻഷികളായിരിക്കുന്നു. ഞങ്ങൾ കിതാബ് പഠിക്കുന്നത് ദീനിയായ ഇൽമു പഠിക്കാനാണ്. അതിന്റെ കൂടെ ആവശ്യത്തിനനുസരിച്ച് ഭാഷ പഠിക്കുക. അതാണ് ഞങ്ങൾ പ്രാമുഖ്യം ഇൽമിന് കൊടുക്കുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കാനും തെറ്റിദ്ധരിക്കാതിരിക്കാനുമാണ് നിങ്ങൾ പൂണീന്റെ ഇടക്കന്നെ ഞാൻ അത് പറഞ്ഞതെന്നും പറഞ്ഞു. അപ്പൊ ഞാൻ പറയുന്നത്, ബഹുമാനപ്പെട്ട തങ്ങൾ എവിടെയും അവിടുത്തെ ആദർശം ആശയം തുറന്നു പറയാൻ ഒരാളെയും ഭയമില്ല. അതോടൊപ്പം റബ്ബും അവരുമായുള്ള ബന്ധത്തിൽ വലിയ ഹായിഫാണ്, വലിയ ഖൗഫുള്ള ആളാണ്. ഇബാദത്തും തഖ്വയും ഞാൻ പറയാതെ ബഹുമാനപ്പെട്ട് പറഞ്ഞല്ലോ, നമുക്കത് ഏറ്റവും മതിയായ തെളിവാണ്. ഏത് ഇബാദത്തിലും അതിന്റെ കമാലിയത്തിന്റെ രൂപം അതാണ്. ദിക്ർ നിസ്കരിക്കുമ്പോൾ അത് മുഴുവൻ നിസ്കരിക്കാം. അതിനാൽ കമാൽ അതിന്റെ മേൽ ചുരുക്കൂല. ളുഹ നിസ്കരിക്കുമ്പോൾ അത് മുഴുവൻ നിസ്കരിക്കാം. റവാത്തിബ് ഖബ്ലിയും ബാദിയും എല്ലാം നിസ്കരിക്കും. മുഅക്കദും ഒരു മുഅക്കദും ഒക്കെ നിസ്കരിക്കും. നാം വെറുതെ ഇങ്ങനെ വീക്ഷിച്ചാൽ മനസ്സിലാകുന്ന തൂലുസമാൻ ബന്ധമുള്ളതാണ് അവിടുന്ന് പറഞ്ഞത്. നമ്മൾ കണ്ടത് പറയുന്നത്, കുറഞ്ഞ എപ്പോഴെങ്കിലും കാണുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും കൃത്യതയുള്ള, അല്ലാഹുവിനെ മാത്രം ഭയപ്പെട്ട, തഖ്വയുള്ള, ഒരു വലിയ പാണ്ഡിത്യത്തിന്റെ വിശാലമായ അറിവിന്റെ ഉടമ മഹാനായ സീതവർകൾ. ബഹുമാനപ്പെട്ട ഉസ്താദും പേരുസ്താദും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയും. ഞാൻ എന്റെ അനുഭവത്തിൽപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞെന്നേ ഉള്ളൂ. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവരെയും നമ്മളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്ത് നിങ്ങൾക്ക് ദുആർക്കണമെന്ന വസിയ്യത്തോടെ ഞാൻ നിർത്തുന്നു. ഇടയിൽ ഒരൊറ്റ കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, കഴിഞ്ഞ 1-ാം തീയതി ബഹുമാനപ്പെട്ട തങ്ങൾ വഫാത്തായ അന്നാണ് നമ്മുടെ മഹത്തായ മലപ്പുറം ജില്ലാ ജമിയത്തുലമക്ക് കീഴിൽ നടന്നുവരുന്ന ജാമിയ ഹിക്കമിയയുടെ കീഴിലുള്ള ഹുബ്ബുർ റസൂൽ പരിപാടി 3-4 കൊല്ലായി നടന്നു വരുന്നുണ്ട്. അത് നടത്താൻ വെച്ചിരുന്നത്. ബഹുമാനപ്പെട്ട തങ്ങൾ വഫാത്തിന് വിവരം 3 മണിക്ക് 4 മണിയോളം 3:45 4 മണി ഉണ്ടാവും. അറിഞ്ഞപ്പോ അവിടെ വെച്ച് നമ്മൾ എല്ലാ പരിപാടിയും നിർത്തി അങ്ങോട്ട് പോയി. 2-ാം ദിവസം പിറ്റേ ദിവസം ഹുബ്ബുർ റസൂൽ പരിപാടി അവിടെ നടത്തിയിരുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പ്രൗഢമായ പ്രസംഗം, അതിന്റെ CD ഇവിടെ കിട്ടും. നിങ്ങളൊക്കെ വാങ്ങണമെന്ന് അറിയിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. SSF ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ സ്റ്റേജിൽ